ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ മാസം ലുലു നടത്തിയ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ്, അവരുടെ സെയിൽസിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒക്കെ നടത്തിയ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടത്തി. അതിൽ ഏകദേശം 5000-ഓളം പേര് പങ്കെടുത്തു. കൂടുതലും ഒരു 25 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളായിരുന്നു, ജോലി അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ. അവരാണ് ഇത്തരം ഡ്രൈവുകളിൽ കൂടുതലായി എത്തുക. അപ്പോൾ ആ ഒരു ജനക്കൂട്ടത്തിൽ ഈ 5000-ഓളം പേര് വന്ന ചെറുപ്പക്കാർ, 25 വയസ്സുകാർ അല്ലെങ്കിൽ 25 വയസ്സിൽ താഴെയുള്ളവർ വന്ന ആ ഒരു ജനക്കൂട്ടത്തിൽ കണ്ട ഒരു മുഖമാണ് ഏതാണ്ട് 70-കാരനായ ഒരു റഷീദ് ക. അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് എന്നാണ്. അദ്ദേഹം ഏതാണ്ട് 35 വർഷത്തിന് മുകളിൽ അരാംകോയിൽ വർക്ക് ചെയ്ത, ഗൾഫ് നാടുകളിൽ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഏതാണ്ട് 38 കൊല്ലത്തോളം അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുകയും ചെയ്തു, അരാംകോയിൽ ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി സെറ്റിൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം തന്നെയാണ് താമസം. സോഷ്യൽ മീഡിയയിൽ ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കുടുംബത്തിൽ നിന്ന് മക്കളെ ഇറക്കി വിട്ടു. പിന്നീട് അതെല്ലാം മക്കളും അദ്ദേഹമൊക്കെ നിഷേധിച്ചു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചു, ഞാൻ മക്കൾ അറിയാതെയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിന് വന്നത് എന്ന് പറഞ്ഞു അദ്ദേഹം. കാരണം മക്കൾ ഇത്രയും പ്രായമായ അച്ഛൻ എന്തിന് ഇനിയും പോയി ജോലിക്ക് പോകണം എന്നൊക്കെ ചോദിക്കുന്ന മക്കളാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ നിന്നും ഈ മനുഷ്യൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കുറേയധികം പാഠങ്ങളുണ്ട്. ഒരു തൊഴിലന്വേഷകരാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ റഷീദ് കയെ കുറിച്ച് ഞാനൊന്ന് പറയാം എന്ന് കരുതിയത്. ഇദ്ദേഹത്തിൽ നിന്നും പഠിക്കേണ്ട പാഠം, ഒന്നാമത്തെ പാഠം ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞൊരു കാര്യം. ഗാന്ധിജിയെ ഒക്കെ നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്ത് പറയാറുണ്ട്. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. എവ്രി ജോബ് ഹാസ് ഇറ്റ്സ് ഡിഗ്നിറ്റി എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞതിനെക്കുറിച്ചും, അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്ന ആളാണ്, അല്ലെങ്കിൽ അവനവനായി തന്നെ ചെയ്തിരുന്ന ആളാണ്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ. അങ്ങനെ വേണം നമ്മൾ എന്ന് അദ്ദേഹം, ഒരുപക്ഷെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഗാന്ധിജിയുടെ ആത്മകഥയൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഇത് കൂടുതലും മനസ്സിലാവും. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞൊരു കാര്യം ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് അഡ്വൈസുകൾ, അല്ലെങ്കിൽ ഒരു ജനതയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരുപാട് അഡ്വൈസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടതും അതുതന്നെയാണ്. ഈ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മളിൽ പലർക്കും ഈ സാധനം ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ചില തൊഴിലുകളോടൊരു പുച്ഛം, ഒരു അവജ്ഞ, അല്ലെങ്കിൽ ചില ഏജ് ഗ്രൂപ്പിലുള്ളവർ അത് ചെയ്യുമ്പോൾ ഉള്ളൊരു അവജ്ഞ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ, നമ്മുടെ റഷീദ് ക അവിടെ വന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വന്നവർ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളെല്ലാവരും ഓർത്തു, എന്തുകൊണ്ടാണ് ഇത്രയും പ്രായമായ മനുഷ്യൻ ഇത് ജോലിക്ക് തന്നെ വന്നതാണോ, ഇദ്ദേഹം ഈ സംഭവം അറിഞ്ഞു വന്നതാണോ, അതോ വഴിതെറ്റി വല്ലതും വന്നതാണോ? നമ്മൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് അക്ഷരം തെറ്റാതെ അത് പറയാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട കാര്യം, എല്ലാ തൊഴിലിനും ആ മാന്യതയുണ്ട്, അതിനുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത്, പ്രായം എന്നാൽ ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ PSC ജോബ് ആയിരുന്നു എൻ്റെ സ്വപ്നം, പക്ഷേ PSCയുടെ ഏജ് കഴിയാറായി, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ജീവിതം തകർന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊന്നുമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഒരു ഏജ് ഗ്രൂപ്പിൽ, ഒരു കമ്പനിയുടെ റിക്വയർമെൻറ്റിൽ കട്ട് ഓഫിൽ വന്ന് അവസാനിച്ച് നിൽക്കേണ്ട സാധനമൊന്നുമല്ല. അല്ലെങ്കിൽ ഈവൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് 55 വയസ്സാകുമ്പം താങ്കളുടെ സേവനം മതി എന്ന് പറയുന്ന ദിവസം തീരുന്നതുമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, 58 വയസ്സൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് ആണെങ്കിൽ ഈ മനുഷ്യൻ ജോലിക്ക് ആപ്ലിക്കേഷനുമായി വന്നേക്കുന്നത് അദ്ദേഹത്തിൻ്റെ 70 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. നമ്മളുടെ മനസ്ഥിതി ഉണ്ടോ, നമ്മൾ ഏത് ഏജിലും, നമ്മളുടെ ഏത് ഹെൽത്ത് കണ്ടീഷനിലും നമുക്ക് ഒരു തൊഴിൽ കണ്ടെത്താൻ പറ്റും. അത് ഏറ്റവും എല്ലാം ഒരുപോലത്തെ തന്നെ പറ്റണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 70-ാം കാലത്ത് അല്ലെങ്കിൽ 80-ാം കാലത്ത് ഒരു 18-കാരൻ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യണമെന്ന് ശഠിച്ചാൽ ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. പക്ഷേ ഒരു തൊഴിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഏത് പ്രായത്തിലും. അപ്പം ഏജിനെ കുറിച്ചുള്ള ആ ഒരു പാഠമാണ് രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമതൊരു കാര്യമുണ്ട്, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, ഡിറ്റർമിനേഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റീൽ. ദൃഢനിശ്ചയം ഉരുക്കുകൊണ്ടുള്ളതായിരിക്കണം എന്ന് പറയാറുണ്ട്. ഈ മനുഷ്യൻ്റെ കേസിൽ ദൃഢനിശ്ചയം ഉരുക്കുകൊണ്ടുള്ളതായിരുന്നു. കാരണം ആ മനുഷ്യനൊരു തോന്നലുണ്ട്, ഞാനിപ്പോഴും നല്ല ആരോഗ്യമുള്ള ആളാണ്, എനിക്ക് എൻ്റെ മക്കളുടെ സപ്പോർട്ടിൽ സുഖമായി വേണമെങ്കിൽ ജീവിക്കാം, പക്ഷേ അതല്ല എനിക്ക് വേണ്ടത്. എനിക്കൊന്ന് ജോലി ചെയ്ത് എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ എനിക്കൊരു ജീവിതം മുന്നോട്ട് നയിക്കണം. ഞാൻ വെറുതെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു തീരുമാനമാണ് നമ്മളുടെ റഷീദ് കെ ഈ ക്യൂവിൽ
എത്തിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വേണം. പലരുമുണ്ട് ഒരു 5 ഇൻ്റർവ്യൂകളിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഐ ആം യൂസ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെച്ചൊഴിയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളാവരുത് നമ്മൾ. നല്ല ഡിറ്റർമിനേഷനോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതാണ് ഞാൻ 3ാമത്തെ പോയിൻ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. 4ാമത്തെയും അവസാനത്തെയും ഉള്ള പോയിൻ്റ്, അവസാനത്തെ പോയിൻ്റായിട്ട് 4ാമത്തെ പോയിൻറ്റും അവസാനത്തെ പോയിൻറ്റുമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മലയാളികൾ നമ്മളെല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. വാട്ട് അതേഴ്സ് വിൽ തിങ്ക് അബൌട്ട് മീ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത, അത് ചിന്തിച്ചുള്ള ജീവിതം. അപ്പോൾ ഇതൊന്ന് ഒഴിവാക്കുക. ഇദ്ദേഹത്തിന് ആ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ക്യൂവിൽ വന്ന് നിൽക്കാൻ പറ്റുമോ? 20 വയസ്സുകാരോ 25 വയസ്സുകാരോ നിൽക്കുന്ന ആ ക്യൂവിൽ ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ഹീസ് ആൻ ഓഡ് പേഴ്സൺ ഔട്ട്, അല്ലേ? ഓഡ് വൺ ഔട്ട് എന്ന് പറയും, മലയാളത്തിൽ നീലക്കുറുക്കൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്ന് നിന്നാൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് കരുതും? ഞാനൊരു വൃദ്ധൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു മോശമായിട്ട് അവർ കരുതില്ലേ? അവരെന്നെ കളിയാക്കില്ലേ? എനിക്ക് പറ്റിയതാണോ ഈ അവസരം? ഇനി വന്നതുകൊണ്ട് മാത്രം ഈ അവസരം എനിക്ക് കിട്ടുമോ? ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും ആ ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്തു ചാടി, ആ ചിന്തകളിൽ നിന്നൊക്കെ പുറത്തു ചാടി. അദ്ദേഹം ഈ ജോലിക്ക് വേണ്ടി എത്താനായിട്ട്, അദ്ദേഹം അല്ലെങ്കിൽ ആ അപേക്ഷയിൽ എത്താനായിട്ട്, ആ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനായിട്ടെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഈ പാഠങ്ങൾ, അല്ലെങ്കിൽ പഠിച്ചെടുത്ത ആ പാഠങ്ങൾ നമുക്കും ഒരു ദിശാബോധം നൽകട്ടെ. ഒരു തൊഴിലന്വേഷകനായി നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇത്തരം പല പ്രതിസന്ധികൾ വരും, അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.